നമസ്കാരം. നമസ്കാരം. ആചാര്യ വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സുസ്വാഗതം. ഇന്ന് നമ്മളൊരു പതിവിൽ വിപരീതമായി ഒരു പ്രത്യേക എപ്പിസോഡായിട്ട് ഈ പ്രോഗ്രാം ചെയ്യുകയാണ്. അതിന് കാരണം ശരിക്ക് ആത്മീയത ജ്യോതിഷവുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, ഈ വിഷയത്തെക്കുറിച്ച് വളരെ അറിവും ചിലപ്പോൾ ലോകപ്രശസ്തനായിട്ടുള്ള ആചാര്യൻ SMS മെഡിറ്റേഷൻ്റെ ശരിക്ക് SMS മെഡിറ്റേഷൻ കണ്ടുപിടിച്ച ആളുമായ ഗുരുജിയാണ് നമുക്കിന്ന് വന്നിരിക്കുന്നത്. തസ്മൈ ഗുരുജി. അപ്പോൾ അദ്ദേഹമാണ് നമുക്കിന്ന് നമ്മളുടെ ചാനലിൽ നമ്മളുടെ പ്രേക്ഷകർക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. അദ്ദേഹത്തെ ഞാൻ ഈ നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം ഗുരുജി. നമസ്തേ. നമസ്തേ. അപ്പോൾ നമ്മൾ പ്രോഗ്രാം ചെയ്യാറുണ്ട്, ധാരാളം പ്രോഗ്രാം ഈ ചാനലിലൂടെ ഞാൻ ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണ് ഒരാളിനെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. ചാനലിൽ ഞാൻ ചെയ്തിട്ടേ ഇല്ല. കാരണം ഞാൻ ആ ചാനലിൽ ഓരോ പ്രോഗ്രാം ചെയ്യുന്നതല്ലാതെ വേറൊരാളിനെ ഈ ചാനലിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്രധാന കാരണം എന്താണ്? ജ്യോതിഷവും അല്ലെങ്കിൽ ജ്യോതിഷം എന്ന് പറയുന്നത് തന്നെ നമ്മളുടെ കർമ്മഫലമാണ്. നമ്മളെ കർമ്മഫലം ആണ് ഓരോരുത്തരും അനുഭവിക്കുന്ന ഓരോ ദുരിതങ്ങൾക്ക് കാരണം. അപ്പോൾ ഈ കർമ്മഫലത്തെ ലഘൂകരിക്കാനുള്ള വലിയ ഒരു ദൗത്യം ഏറ്റെടുത്ത ആളാണ് SMS മെഡിറ്റേഷനിലൂടെ തസ്മൈ ഗുരുജി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് അത്ര പ്രാധാന്യമുണ്ട്. നമ്മളുടെ ഈ ചാനലിൽ ശ്രവിക്കുന്ന ഓരോരുത്തർക്കും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അത്ര ബലപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് ഈ ചാനലിൽ അദ്ദേഹത്തെ ക്ഷണിക്കുകയും അദ്ദേഹത്തിനെ കൊണ്ട് നിങ്ങളോട് സംസാരിക്കാനും ഇടവന്നത്. അപ്പോൾ ഈ ഞാൻ പറഞ്ഞു കർമ്മഫലമാണ് ഈ ഓരോ ദുരിതങ്ങൾക്ക് കാരണം. അപ്പോൾ ഈ കർമ്മഫലത്തെ കുറയ്ക്കാൻ SMS മെഡിറ്റേഷനിലൂടെ എങ്ങനെ ലഘുവായി മാറ്റാൻ കഴിയും എന്നങ്ങ് പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവയ്ക്കണം. ഇത് SMS മെഡിറ്റേഷനിലൂടെ കർമ്മഫലം മാറ്റുന്നത് എങ്ങനെയാണെന്ന് പറയുന്നതിനേക്കാൾ എനിക്കിഷ്ടം ജ്യോതിഷവും SMS മെഡിറ്റേഷനും തമ്മിലുള്ള ബന്ധം പറയണതാണ്. തീർച്ചയായിട്ടും. കാരണം ഇതിലൂടെ കർമ്മഫലം മാറ്റുക എന്നുള്ളതല്ല, ജ്യോതിഷം എന്ന് പറയുന്നത് വലിയ ശാസ്ത്രമാണ്. നമ്മുടെ ഋഷി പരമ്പരയുടെ ഒരു മഹത്തായ സംഭാവനയാണ് ജ്യോതിശാസ്ത്രം എന്ന് പറയുന്നത്. ജ്യോതിഷികളുടെ ശാസ്ത്രം എന്ന് പറയുന്നത് സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ. അതെ, ഇതാണ് അതിൻ്റെ ബേസ്. ഇപ്പോൾ നമ്മളോട് ആത്മീയത അങ്ങ് മാറ്റി വച്ചേച്ച് ഒരു കൊച്ചു വന്നിട്ട് ചോദിക്കുകയാണ്, അച്ഛാ ഞാൻ എങ്ങനെയാണ് ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അച്ഛന് ഉത്തരം പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ബയോളജിക്കലി പറഞ്ഞു കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ അതിന് ജ്യോതിശാസ്ത്ര പ്രകാരം അതേ അച്ഛൻ ആ കുട്ടിയോട് ആത്മീയതയിലൂടെ പറഞ്ഞു കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഇരുന്ന് പറഞ്ഞാലും കൊച്ചിനും ബോറടിക്കില്ല. സത്യം. അത്രമാത്രം ആസ്വദിച്ച് അതിനെ കേൾക്കാൻ പറ്റും. ഇവിടെ ജ്യോതിശാസ്ത്രത്തിൻ്റെ അല്ലെങ്കിൽ ആത്മീയതയുടെ പ്രാധാന്യം വരുന്ന ഇവിടെയാണ്. അപ്പോൾ ജ്യോതിഷികളുടെ ശാസ്ത്രം എന്ന് പറയുന്നത് ചെറുതല്ല. നമ്മളിൽ തന്നെയാണ് ഈ ജ്യോതിഷികളൊക്കെ ഇരിക്കുന്നത്. അതെ. പക്ഷെ നമ്മളിൽ അത് നമുക്ക് കാണാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ പുറത്തേക്കാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മാത്രം. ഞാൻ അനേകം ജ്യോതിശാസ്ത്രജ്ഞന്മാരെ അല്ലെങ്കിൽ ജ്യോതിഷ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്നത് കൊണ്ട് പുകഴ്ത്തി പറയാൻ പറഞ്ഞതല്ല. അങ്ങയുടെ സഹോദരിയിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നും കേട്ടുള്ള പരിചയമേ എനിക്കുള്ളൂ. നമ്മൾ തമ്മിലുള്ള പരിചയം എന്ന് വെച്ചാൽ കാലപ്പഴക്കത്തിൻ്റെ പരിചയമില്ല. എൻ്റെ ശിഷ്യനായിട്ട് വന്നു, അങ്ങനെ ഒരു കൗതുകത്തിൽ പരിചയപ്പെട്ടു. കൂടുതൽ അറിഞ്ഞപ്പോൾ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം അങ്ങക്ക് ഇത് കിട്ടിയത് ഒരു ഗുരുമുഖത്ത് നിന്നാണ്. അതെ. നേരെ മറിച്ച് പുസ്തകത്തിലൂടെ കിട്ടിയ പുസ്തകജ്ഞാനമായിരുന്നുവെങ്കിൽ ഞാൻ ഈ ബഹുമാനം നൽകില്ല. അതൊരു ഗുരുവിൻ്റെ സന്നിധിയിൽ പോയി ചാക്കിൽ കിടന്ന് അത്രമാത്രം ത്യാഗത്തിലൂടെ ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നേടിയെടുത്ത അറിവ് എന്ന് പറയുന്നതിനകത്ത് പരിപൂർണതയുണ്ട്. ഇവിടെ ജ്യോതിഷികളുടെ ശാസ്ത്രം ഞാൻ പറയുമ്പോൾ എങ്ങുമെങ്ങും തൊടാതെ പറഞ്ഞിട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് മാത്രമാണ് ഈ ആമുഖോത്തരം പറഞ്ഞത്. എല്ലാവരും സൂര്യൻ നമ്മളിലാണ് ഇരിക്കുന്നത്,
ചന്ദ്രനും നമ്മളിലാണ് ഇരിക്കുന്നത്. ഇനി നക്ഷത്രം എവിടെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ സൂര്യനും ചന്ദ്രനും ഒന്ന് ബാലൻസ് ആയാൽ മാത്രമേ നമുക്ക് നക്ഷത്രങ്ങളെ അറിയാൻ പറ്റുള്ളൂ. ഇത് നമ്മൾ വെളിയിൽ നിന്ന് മാനേജ് ചെയ്യാൻ പോയാൽ ഒരു രക്ഷയില്ല. അപ്പം അങ്ങ് നൽകുന്ന സ്റ്റോൺ ആവട്ടെ, ജ്യോതിശാസ്ത്രത്തിൻ്റെ പരിചയപ്പെടുത്തലാവട്ടെ, ഇതെല്ലാം മനുഷ്യനെ ബാഹ്യമായിട്ടാണ് ഇടുന്നതെങ്കിലും ആന്തരികമായിട്ടുള്ള പരിവർത്തനമാണ്. ഇതിൻ്റെയും ബേസ് എന്ന് പറയുന്ന ശവക്കറി നിർത്തണ്ടേ? 100%. അപ്പോൾ അവനവനിൽ മാറ്റം വരുത്തി സ്വയം ത്യാഗം ചെയ്താൽ മാത്രമേ ജ്യോതിശാസ്ത്രത്തിൻ്റെ രീതിയിൽ അങ്ങ് പറയുന്ന കല്ലിട്ടാലും മാറ്റം ഉണ്ടാവുള്ളൂ. ഇതെല്ലാം ചെന്നെത്തുന്ന ഒരേ പോയിന്റിലാണ്. അപ്പോൾ ജ്യോതിശാസ്ത്രം അതിൻ്റേതായ രീതിയിൽ കൈകാര്യം ചെയ്താൽ, ഇത് ആരും തുറന്നു പറയാത്തതിന് കാരണം എന്താണെന്നറിയോ? ബിസിനസ് നടക്കില്ല. മാത്രമല്ല, ഇപ്പം അങ്ങ് തന്നെ പറയാണ് നിങ്ങൾക്ക് ശനിദോഷം മാറാൻ ഇത്ര ദിവസം ഒരുമിച്ച് അങ്ങോട്ട് കുറച്ചേച്ച് മാറി അങ്ങ് നിൽക്കും. അല്ലെങ്കിൽ നിങ്ങൾ പറയാണ് നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ഇപ്പോൾ മോശമാണ്, ഇന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് എല്ലാം തടസ്സമാണ് നിൽക്കുന്നത്, നിങ്ങൾ ഇന്ന കല്ലിട്ടാൽ മതി. കല്ലിടാം, എളുപ്പമായി. അത് കല്ലിടുന്നതുകൊണ്ട് കാര്യമില്ല. ആ കല്ലിട്ടിട്ട് അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ കൂടി അനുഷ്ഠിക്കണം. അതെ, ഓരോ ദൈവത്തെയും പ്രീതിപ്പെടുത്താൻ അതിൻ്റേതായ രീതിയാണ്. എല്ലാം ത്യാഗമാണെന്ന് മാത്രം. പക്ഷെ ത്യാഗം ആർക്കും പറ്റൂല. ഒരു കോഴീനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൊല്ലും, ഒരു ആടിനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊല്ലും. ഇതൊന്നും ജ്യോതിശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളതല്ല. ഒന്നുമല്ല. നമ്മുടെ സംസ്കാരം പഠിപ്പിക്കുന്നത് ഹിംസയല്ല, ആ ഹിംസയാണ്. അത് ത്യാഗത്തിലൂടെ മാത്രം നേടിയെടുക്കേണ്ടതാണ്. അപ്പോൾ ജ്യോതിശാസ്ത്രത്തിൻ്റെ സൂര്യഭാവം നമ്മളുടെ തന്നെയാണ്, ചന്ദ്രഭാവം അത് നമ്മളിലാണ്. ഇത് രണ്ടും ബാലൻസ് ആയാൽ നമ്മളുടെ ഗ്രഹനില തന്നെ മാറും. ശരിയാണോ അല്ലയോ? 100%. ഇത്രയേ ഉള്ളൂ ജ്യോതിശാസ്ത്രം. പറഞ്ഞപ്പോൾ എളുപ്പമായി. പക്ഷേ ഇത് നമ്മളിൽ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ചിട്ടയിൽ കൊണ്ടുപോകണം. എങ്ങനെ കൊണ്ടുപോകണം? സൂര്യൻ്റെ ഭാവം നമ്മളിൽ നന്നാക്കിയെടുക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് നമുക്കറിയാമായിരിക്കണം. ഇത് പറഞ്ഞാൽ മനുഷ്യൻ ചെയ്യില്ലാത്തതുകൊണ്ടാണ് ജ്യോതിശാസ്ത്രത്തിൻ്റെ സഹായത്താൽ നമ്മൾ പറയും വഴിപാട് ചെയ്യുക, പൂജ ചെയ്യുമെന്ന്. അതെ. പക്ഷേ ഈ വഴിപാടും പൂജയും ബാഹ്യമായിട്ട് ചെയ്തിട്ട് കാര്യമില്ല, അവനവനിലാണ് ചെയ്യേണ്ടത്. അതെ. അവനവനിലേക്ക് ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ട് ആളുകൾ ചരട് കെട്ടി സൂത്രവിദ്യ ചെയ്യും. പക്ഷേ അതിൻ്റെ ഫലം ഉണ്ടാവില്ല. യഥാർത്ഥത്തിൽ ജ്യോതിശാസ്ത്രത്തെ കൈകാര്യം ചെയ്യുന്നവർ ഇതിങ്ങനെ വിരളമായിട്ടേ ഉള്ളൂ. എന്നിട്ട് ജ്യോതിശാസ്ത്രത്തിന് തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. അത് നോക്കുന്നവർക്ക് തെറ്റ് പറ്റാം. അതെ, ശാസ്ത്രം ഒരിക്കലും തെറ്റല്ല. ശാസ്ത്രം സത്യമാണ്, ശാസ്ത്രജ്ഞന് തെറ്റ് വരാം. ഇത്രേ ഉള്ളൂ വ്യത്യാസം. അപ്പം നമ്മുടെ ഋഷി പരമ്പര പറഞ്ഞിട്ടുള്ള ശാസ്ത്രത്തെ ആര് തന്നെ എന്ത് തന്നെ പറഞ്ഞാലും എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ഞാൻ അനുഭവജ്ഞാനം പറയണതാണ്. അതെ. അപ്പോൾ SMS മെഡിറ്റേഷൻ കൊണ്ട് തലയിലെടുത്ത് മാറ്റാവോ ഇല്ലയോ എന്നുള്ളതല്ല, നമ്മുടെ എല്ലാ ശാസ്ത്രങ്ങൾ കൊണ്ടും ഒരു വ്യക്തിയുടെ തലയിലെടുത്ത് മാറ്റാം. അത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ പോകണം. അപ്പം അങ്ങയുടെ പ്രേക്ഷകർ അങ്ങയിലൂടെ വരുന്നതിൻ്റെ അടുത്ത പടിയായിട്ട് എന്നിലേക്ക് എത്തിയാൽ അതിൻ്റെ ഗുണമുണ്ടാവും. ഓടിക്കയറി ഒരു സ്ഥലത്തും വന്നിട്ട് ഒരു ഗുണമില്ല. ഇല്ല, അത് വരത്തില്ല, അത് ഗുണം വരത്തില്ല. അതിന് ആ ഗുരു തത്വം എന്താണോ അത് അംഗീകരിച്ച് പോകണം. അത് അവിടെ നിന്ന് പരിശീലിക്കേണ്ട പല കാര്യങ്ങളും അവിടെ നിന്ന് തന്നെ മാറ്റണം. ഇനി എൻ്റെ അടുത്ത് വന്നാലും ഇതിനേക്കാൾ കടികട്ടിയായിട്ടുള്ള സാധനം ഞാൻ പറഞ്ഞത്, അപ്പോൾ അവരെ കൊണ്ട് ഒട്ടും പറ്റൂല. ഇവിടെ ഒരു സൂത്രവിദ്യം പറ്റൂല. അവിടെ പിന്നെ കല്ലൊക്കെ ഇട്ട് ഊരി വെച്ചിട്ട് ശവക്കറി കഴിക്കാം. ഇവിടെ ഒരു പ്രാവശ്യം വന്നാൽ പിന്നെ ഒരു രക്ഷയില്ല. ശവക്കറിയെ പിന്നെ പാടില്ലാത്ത, ഒരിക്കലും പാടില്ല. മാത്രമല്ല അവരുടെ കുടുംബത്തിന് ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും മാറ്റം വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് പരീക്ഷിച്ചറിയാവുന്ന ചില കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ കണ്ടകശനിയാണ്, കൊണ്ടേ പോവുള്ളൂ, എന്ത് ചെയ്താലും രക്ഷപ്പെടില്ല എന്ന് പറയുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ സമീപിച്ചോ, ഞാൻ രക്ഷപ്പെടുത്തി തരാം. തീർച്ചയായിട്ടും. ഇതിന് ഓരോ സ്റ്റെപ്പുണ്ട്. ആ ഓരോ സ്റ്റെപ്പിലും നമ്മൾ ആ സമയത്ത് എടുക്കേണ്ട പരിവർത്തനങ്ങൾ നമ്മൾ വരുത്തണം. 90 വയസ്സായിട്ട് ഞാൻ ശവക്കറി ഉപേക്ഷിക്കില്ല, ഇനിയും ഞാൻ നന്നാവില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ ആർക്കാണ് നന്നാക്കാൻ പറ്റുന്നത്? ഇല്ല. അപ്പോൾ ജ്യോതിശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവൻ അതിനെ പരിപൂർണമായി വിശ്വസിച്ച് നടക്കണം. ആത്മീയതയുടെ ആദ്യ ഭാഗങ്ങളാണ് ഇതെല്ലാം. ഓടി ആത്മീയതയിലൊന്ന് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒന്നും നേടാൻ പറ്റില്ല. ഇതിൻ്റെ എല്ലാം ആ സ്റ്റേജുകളിൽ കൂടെ കടന്ന് തന്നെ വേണം പോകാൻ. ഇതിൽ വളരെ ഒരിക്കലും ജ്യോതിഷശാസ്ത്രത്തിൽ തന്നെ എഴുതി വച്ചിട്ടുള്ള ഏറ്റവും വലിയ ഒരു സത്യം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചവുമായി ചേർന്ന് ജീവിക്കാനാണ്. ജ്യോതിഷത്തിൽ അഗാധം ജ്യോതിഷന്മാരെന്ത് പഠിച്ചോ എന്ന് എനിക്ക് അറിയില്ല. അതിൽ തന്നെ അനുശാസിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രപഞ്ചവുമായിട്ട്, പ്രപഞ്ചത്തിലെ ഉള്ള എല്ലാത്തിനെയും സംരക്ഷിക്കാനാണ് ജ്യോതിഷം പറയണേ. അതുകൊണ്ടാണ് ഒരു വ്യക്തിക്ക്, ഒരു നക്ഷത്രക്കാരന് ഒരു വൃക്ഷം, നീ ഒരു വൃക്ഷം വളർത്തണം,
ഒരു വൃക്ഷത്തെ നീ സംരക്ഷിക്കണം, ഒരു പക്ഷിയെ നീ വളർത്തണം, ഒരു മൃഗത്തെ നീ പാലിക്കണം. അപ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള ഏതാണ്? മൃഗം, പക്ഷി, മറ്റ് ജീവജാലങ്ങൾ. ഈ ജീവജാലത്തെയും കൂടി സംരക്ഷിച്ചുകൊണ്ട് നീ മുന്നോട്ട് പോകാനാണ് ജ്യോതിഷശാസ്ത്രം പറഞ്ഞത്. അപ്പോൾ ജ്യോതിഷത്തിൽ എന്തുകൊണ്ടാണ് വൃക്ഷത്തെക്കുറിച്ച് പറയണത്, നീ എന്തിനാണ് പക്ഷിയെക്കുറിച്ച് പറയണത്? ഇതിലൊക്കെ എല്ലാവർക്കും ഒരു പ്രശ്നം. നീ പ്രപഞ്ചത്തെ സംരക്ഷിക്കണമെങ്കിൽ നിനക്കൊപ്പം നീ ഒരു ജീവിയെ കൂടി നീ സംരക്ഷിച്ചോ, അതിനെയും കൂടി നീ സംരക്ഷിച്ചുകൊണ്ട് നീ മുന്നോട്ട് പോകും. ഇതാണ് ജ്യോതിഷം അനുശാസിച്ചത്. അപ്പോൾ ജ്യോതിഷം പ്രപഞ്ചമാത്രത്തിന് ശക്തിപ്പെട്ട് നിൽക്കുകയാണ്. പിന്നെ ഈ സ്റ്റോണ് എന്ന് പറയുന്നത് ശരിക്കും നക്ഷത്രമാണ്, നക്ഷത്രക്കല്ലെന്നാണ് പറയുന്നത്. ഈ നക്ഷത്രങ്ങൾ ഒരാളിൻ്റെ ജാതകവശാൽ നമ്മൾ നോക്കുമ്പോൾ ചില ജാതകങ്ങളിൽ സൂര്യൻ വീക്കായിരിക്കും. സൂര്യൻ വീക്കാണെങ്കിൽ ജ്യോതിഷശാസ്ത്രം പറയണത് എന്തെന്ന് വെച്ചാൽ യവൻ മുൻ ജന്മങ്ങളിൽ ഒരുപാട് പാപകർമ്മം ചെയ്തവനെന്നാണ്. അല്ലെങ്കിൽ സൂര്യൻ വീക്കാവൂല. അപ്പോൾ സൂര്യനാണ് ഈ ജ്യോതിഷത്തിൻ്റെ ദേവൻ എന്ന് പറഞ്ഞാൽ സൂര്യനാണല്ലോ. സൂര്യൻ ഇല്ലെങ്കിൽ ഒന്നുമില്ല, ജ്യോതിഷവും ഇല്ല, പ്രപഞ്ചവും ഇല്ല. അപ്പോൾ പ്രപഞ്ച സത്യം എന്ന് പറയുന്നത് സൂര്യനാണ്. അപ്പോൾ സൂര്യൻ അച്ഛനാണെങ്കിൽ ചന്ദ്രൻ അമ്മയാണ്, ഇവരുടെ മക്കളാണ് മറ്റ് ഗ്രഹങ്ങൾ. ഇതാണ് അതിൻ്റെ പരമമായ സത്യം. അപ്പോൾ ഈ അച്ഛനും അമ്മയും സ്ട്രോങ് അല്ലെങ്കിൽ മക്കൾക്ക് എങ്ങനെ സ്ട്രോങ് ആവാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സൂര്യനെയും ചന്ദ്രനെയും കറക്റ്റ് ചെയ്യുന്നതിനൊപ്പം, സൂര്യചന്ദ്രന്മാരെ കറക്റ്റ് ചെയ്യുന്നതിനൊപ്പം നക്ഷത്രങ്ങളെ സെറ്റ് ചെയ്യും. നക്ഷത്രങ്ങളെ സെറ്റ് ചെയ്യുമ്പം ആ ജാതകം സ്മൂത്താവും. അപ്പോൾ ഈ ജാതകത്തിൽ ജാതക ദോഷം, അപ്പോൾ നമ്മൾ ജാതക ദോഷം എന്ന് പറയുന്നത് എന്താണ്? ഈ ഗ്രഹങ്ങൾ താളം തെറ്റി കിടക്കും, ഓർഡറായിട്ട് അവൻ്റെ കർമ്മഫലത്തിനനുസരിച്ച് നിൽക്കും. അപ്പോൾ ഈ ലോകത്തുള്ള ഞാൻ കണ്ടിട്ടുള്ളതിൽ ഈ ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ജ്യോതിഷികൾ എന്തോ പറയട്ടെ, ഞാൻ കണ്ടിട്ടുള്ള എൻ്റെ ഈ ഏകദേശം ശരിക്കും 30 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. 30 വർഷത്തെ ഈ ശാസ്ത്രത്തിലുള്ള എക്സ്പീരിയൻസും 4 ലക്ഷത്തോളം പേരെ 49 ലോകരാജ്യങ്ങളിൽ പോയി നോക്കിയ 4 ലക്ഷം പേര് കഴിഞ്ഞു നോക്കിയ എക്സ്പീരിയൻസ് വെച്ച് ഇത്രയും ആളുകളെ നോക്കിയ ഒരു ജ്യോത്സ്യം ഇന്ന് കാണൂലെന്നേ ഞാൻ പറയുള്ളൂ. കാണാൻ സാധ്യമല്ല. കാരണം ഞാൻ വളരെ ചെറുപ്പത്തിൽ തുടങ്ങിയതാണ്. 25ാമത്തെ വയസ്സിൽ സ്വന്തം ഒരു സ്ഥാപനം ഇട്ടു. 25 വയസ്സിൽ ആരും ജ്യോത്സ്യം അംഗീകരിക്കുന്നുമില്ല. അപ്പോൾ സ്ഥാപനം ഇട്ട് അറിവും വെച്ചിട്ട് ഞാൻ പറയാണ്, ഈ 9 ഈ കർമ്മഫലം അനുഭവിക്കാൻ വേണ്ടി ലോകത്തുള്ള എല്ലാ പേർക്കുമായിട്ട് സഞ്ചരിക്കാൻ വേണ്ടി 9 വഴികളേ ഉള്ളൂ. ഈ 9 വഴികളാണ് നവഗ്രഹങ്ങൾ. ഇവർ ആരെങ്കിലും ഒരാളുടെ കൂടെ ഒരാളിന് പോകാൻ പറ്റുള്ളൂ. ഒരു ഗ്രഹമായിരിക്കും അവരെ കൂട്ടിക്കൊണ്ടുവരുന്നത്, ആ ഒരു ഗ്രഹമായിരിക്കും അവരെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ഗ്രഹത്തിൻ്റെ കൂടെ നമുക്ക് ഇത് വഴികളാണ്. അപ്പോൾ ഈ 9 വഴികൾ ഏതെന്ന് ഈ ജാതകത്തിൽ അവൻ്റെ 9 വഴികളിൽ ഏത് വഴിയാണ്? ചിലർക്ക് ഹൈവേ കാണും, ചിലർക്ക് സൂപ്പർ ഹൈവേ കാണും, ചിലർക്ക് ബെസ്റ്റ് റോഡ് കാണും, ചിലർക്ക് ഇടുങ്ങിയ റോഡ് കാണും, ചിലർ വെള്ളത്തിലൂടെ സഞ്ചരിക്കും, ചിലർ മണലിലൂടെ സഞ്ചരിക്കും, ചിലർ കാട്ടിലൂടെ സഞ്ചരിക്കും, ചിലർ ഗട്ടർ റോഡിലൂടെ സഞ്ചരിക്കും. ഈ 9 വഴികളിലൂടെ പോകുമ്പോൾ ചില ജാതകങ്ങളിൽ ഹൈവേയും സൂപ്പർ ഹൈവേയും ബെസ്റ്റ് റോഡും കാണൂല. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവൻ്റെ കർമ്മഫലത്താൽ, അവൻ മുൻജന്മങ്ങളിൽ ചെയ്ത മഹാപാപ ഫലത്താൽ ഇവൻ ഈ 3 റോഡും ഇല്ല. അപ്പോൾ ചൊല്ലി തന്നെ പറയും, സോറി, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് വരെ ദുഃഖമല്ലാതെ എനിക്കൊന്നും കിട്ടിയിട്ടില്ല, എനിക്ക് ദുഃഖമല്ലാതെ ഒന്നും കിട്ടിയിട്ടില്ല. എന്തുകൊണ്ടാണ്? അവൻ്റെ ജീവിതത്തിൽ ഈ ഹൈവേ സൂപ്പർ ഹൈവേ ബെസ്റ്റ് റോഡോ ഇല്ല. ചിലർ ജനിക്കുന്നതേ സൂപ്പർ ഹൈവേയിലാണ്. അവൻ ആ സൂപ്പർ ഹൈവേ നിന്ന് കുറച്ച് താഴെ പോയാലും ഹൈവേയിലേക്കേ പോവുള്ളൂ. അവിടെ നമ്മൾ കുറച്ചുകൂടി അശ്രദ്ധ കാണിച്ച് പോയാലും ബെസ്റ്റ് റോഡിലേ പോകുള്ളൂ. അപ്പോൾ ഇവന് കഷ്ടതയേ ഇല്ല. അപ്പോൾ നോക്കുമ്പോൾ ചിലർക്ക് കഷ്ടതയില്ല ജീവിതത്തിൽ. അപ്പോൾ അവൻ്റെ കൂടെ അസൂയയും അല്ലെങ്കിൽ അവനെ പോലെ എനിക്കാവണം. ഇവിടെ വരുമ്പോഴാണ് ഈ അങ്ങേ ഉള്ളവരുടെ പ്രാധാന്യം അവിടെയാണ് വരുന്നത്. ഈ ബാക്കിയുള്ളതിനൊക്കെ ജ്യോത്സ്യൻ ഈസി, ജ്യോത്സ്യന് പറഞ്ഞു കൊടുക്കാം, നീതി ചെയ്യും. അപ്പോൾ ഈ നക്ഷത്രങ്ങളുടെ സ്റ്റോൺ ഇടുന്ന എന്തിനാണ്? ചില ഗ്രഹങ്ങളുടെ ജം തെറാപ്പിയാണ്, റേഡിയേഷനാണ്. ഈ റേഡിയേഷൻ ആ ഗ്രഹത്തെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ചന്ദ്രന് ബലമില്ല, ചന്ദ്രന് ബലമില്ലാത്ത സമയത്ത് അവൻ കറുത്ത വാവിന് ജനിച്ചു. ചന്ദ്രന് ബലമില്ല, അവൻ ഇരുട്ട് വ്യാപിച്ചു പോയി. ബലമില്ലാത്ത ചന്ദ്രനോട് ജനിച്ചു. അവനെ എന്ത് ചെയ്യണം? ചന്ദ്രനെ പുഷ്ടിപ്പെടുത്താൻ വേണ്ടി മൂൺ സ്റ്റോൺ ഇട്ട് കൊടുക്കും. ഈ മൂൺ സ്റ്റോൺ ചുമ്മാ ഇട്ടത് കൊണ്ടായില്ല, ചന്ദ്രനെ പുഷ്ടിപ്പെടുത്താനുള്ള വഴിയും കൂടി അവൻ നോക്കണം. അത് സെറ്റ് ചെയ്യണം. അത് നോക്കൂല, കല്ല് മാത്രം കെട്ടിയിടാൻ നോക്കും. ഇപ്പോൾ സൂര്യന് ബലമില്ല, സൂര്യൻ്റെ ബലം കൂട്ടാൻ വേണ്ടി റൂബി കെട്ടിയിടും, മാണിക്യം. സൂര്യഭഗവാന്റെ കല്ലാണ്. റൂബി കെട്ടിയിടുമ്പോൾ അതിൻ്റെ റേഡിയേഷൻ, ഇത് ആളുകൾക്ക് അറിഞ്ഞാത്തൊരു കാര്യം, ഈ ഗ്രഹങ്ങൾ ഇരിക്കുന്ന എവിടെയെന്ന് അറിഞ്ഞുകൂടാ.
അങ്ങ് നേരത്തെ പറഞ്ഞ പോലെ ഗ്രഹങ്ങളെല്ലാം ചില ആളുകളിൽ വന്ന വഴി എനിക്ക് ഇന്ന കല്ല് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടോ എത്രയോ പേരുണ്ട്. അതെങ്ങനെയെന്നറിയാമോ ഗുരുജി? അത് വളരെ രസകരമായ സംഭവം എന്ന് പറഞ്ഞാൽ ഈ ചാനലിലൂടെയും മറ്റൊക്കെ നക്ഷത്രക്കല്ല്, രാശിക്കല്ല് ഇതൊക്കെ ആളുകൾ പറയും. ഇത് കേട്ടിട്ട് ഉടനെ വരെയാണ്. നരേന്ദ്രമോദി അനിഴ നക്ഷത്രത്തിൽ ജനിച്ചു 1950 സെപ്റ്റംബർ മാസം 17-ാം തീയതി ഉച്ചയ്ക്ക് 11 മണിക്കാണ് ജനിച്ചത്. ഞാൻ അദ്ദേഹത്തിൻ്റെ ജാതകം നോക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏകദേശം 25 വർഷം മുമ്പ് കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ യൂട്യൂബിൽ ഇട്ടിരുന്നു. ഓക്കെ, മനസ്സിലായില്ലേ? അന്ന് അദ്ദേഹം ഇതൊക്കെ ആവുമെന്ന് അദ്ദേഹത്തിൻ്റെ ജാതകത്തിലുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തിനെ കൺസൾട്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട്. അപ്പോൾ ഇത് പറഞ്ഞതുകൊണ്ട് അനിഴ നക്ഷത്രത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അതുകൊണ്ട് അനിഴ നക്ഷത്രത്തിൽ ജനിക്കുന്നവരെല്ലാം പ്രധാനമന്ത്രിയാവും. അതുകൊണ്ട് അനിഴ നക്ഷത്രത്തിൽ ജനിച്ചവന് ഒരു ഇന്ദ്രനീലം കെട്ടിയിട്ട് കൊടുക്കാം, പെട്ടെന്ന് പ്രധാനമന്ത്രി ആവാമല്ലോ. മനസ്സിലായില്ലേ? നക്ഷത്രത്തിന് ഒരു പ്രാധാന്യമേ ഇല്ല. ഞാൻ ഇത്രയും പേരെ നോക്കി അറിവ് വെച്ചിട്ടുണ്ടെങ്കിൽ 27 നാളും കൊള്ളാം. എല്ലാ നാളും 27 നക്ഷത്രം കൊള്ളാം. ഒരു നക്ഷത്രവും കൊള്ളാത്ത നക്ഷത്രമില്ല. 27 നാളിലുള്ളവരും കട്ടയടിക്കുന്നവരുണ്ട്. അതാണ് അവൻ്റെ കർമ്മഫലം. ഈ കർമ്മഫലത്തെ സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു ലിമിറ്റ് വരെ സ്റ്റോണിലൂടെ ഈ ക്ഷേത്ര പരിഹാരത്തിനൊക്കെ ചെയ്യാൻ പറയുന്നത് എന്താണ്? യവന് ഏകാഗ്രതയില്ല, യവൻ വട്ടുളവി നടക്കുകയാണ്. ഇതിനിടയ്ക്ക് അവൻ്റെ മൈൻഡിനെ എവിടെയെങ്കിലും കൊണ്ട് തളയ്ക്കാൻ വേണ്ടിയിട്ട്, ഈ തളയ്ക്കാൻ വേണ്ടിയിട്ടാണ് ക്ഷേത്രം. അല്ലാതെ ക്ഷേത്രത്തിൽ ഒന്നുമില്ല. അവനിലിരിക്കുന്ന ഈശ്വരൻ തന്നിൽ ഈശ്വരൻ ഇരിക്കുമ്പം കല്ലിലിരിക്കുമോ? ഇല്ല. അപ്പോൾ അതിനെ അവന് ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പോൾ ഇവ എന്ത് ചെയ്യും? ഈ ഇരിക്കുന്ന കല്ലിലേക്ക് അവനെ പറഞ്ഞു വിട്ടാൽ മാത്രമേ ഇവൻ കല്ലിലെങ്കിലും ശ്രദ്ധിക്കുകയുള്ളൂ. അവനെ അവൻ കാണൂല, അവനെ അവൻ കാണുന്നില്ല. അവനിലിരിക്കുന്ന ഈശ്വരനെ അവന് കാണാനോ ഒരിക്കലും പറഞ്ഞാൽ ഗ്രഹിക്കില്ല. ഇങ്ങനെ വരുന്ന സമയത്ത് ആണ് അങ്ങേപോലെ ഉള്ളവരുടെ പ്രശസ്തി. കാരണം ഈ താളം തെറ്റിയിരിക്കുന്നത്, ഞാൻ ഈ പറഞ്ഞ ആദ്യത്തെ ഈ ഹൈവേയിലോ സൂപ്പർ ഹൈവേയിലോ ബെസ്റ്റ് റോഡിലോ പോണവന് അങ്ങേപോലെ ഉള്ളവരൊന്നും ആവശ്യമില്ല. അവരൊക്കെ എങ്ങനെയും പൊക്കോളും. അവനൊക്കെ പൊക്കോളും. അവൻ്റെ നമ്മൾ വിളിച്ചാലും അവൻ വരില്ല. കാരണം അവന് സമയമില്ല, അവൻ ബിസിയാണ്. അവൻ 120 പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവനെ അവിടെ തടഞ്ഞു നിർത്തി അവർക്ക് നമ്മൾ തടഞ്ഞാലും അവൻ നിൽക്കത്തില്ല. ഈ ഗട്ടർ റോഡിലും ഇടുങ്ങിയ റോഡിലും ഹൈ റേഞ്ചിലും ഈ വനത്തിലൂടെയും കിടന്ന് തപ്പി നടക്കുന്നവന് ഇരുട്ട് തപ്പണം. അവന് മുന്നോട്ട് കാണാൻ പറ്റുന്നില്ല. യവന് പ്രകാശം കൊടുക്കണമെങ്കിൽ, യവനൊരു പ്രകാശം ഒരു ലൈറ്റ് അടിച്ച് കാണിച്ചു കൊടുക്കണമെങ്കിൽ നിങ്ങളെ പോലെയുള്ളവർ കൂടിയേ തീരുള്ളൂ. അതിനാണ് അവിടെ ജ്യോതിഷത്തിൽ പ്രാധാന്യം. ഇതിനാണ് ഗുരുമുഖങ്ങൾ. അതുകൊണ്ടാണ് ഗുരുക്കന്മാരുടെ പ്രശസ്തി ഈ ജ്യോതിശാസ്ത്രത്തിൽ. അതുകൊണ്ടാണ് അവിടെ ഗുരുവിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ജ്യോതിശാസ്ത്രത്തിൽ മഹാഗുരു 2 ഗുരുക്കന്മാരുണ്ട്. അവരാണ് കൺട്രോൾ ചെയ്യണത്. ദേവഗുരു, അസുരഗുരു, ബൃഹസ്പതിയും ശുക്രാചാര്യരും. അപ്പോൾ അതിൽ ബൃഹസ്പതിയെ പറയുന്നത് എന്താണ്? ഗുരു. അതിന് പിന്നെ ഈ ശാസ്ത്രത്തിൽ പറയുന്നത് ലക്ഷം ദോഷം ഗുരുഹന്തി. അപ്പോൾ ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് പറ്റാൽ എന്ത് ചെയ്യും? ഗുരു ചെന്ന് രക്ഷപ്പെട്ടാൽ എന്ത് ചെയ്യും? ലക്ഷം ദോഷം ഉണ്ടെങ്കിലും തീർന്നു പോകും. ലക്ഷം ദോഷം ഗുരുഹന്തി. ഗുരു നോക്കിയാൽ, നീ ഗുരുവിൻ്റെ മുമ്പ് ചെന്ന് പെട്ടാൽ നിന്റെ ലക്ഷം ദോഷവും തീർന്നുപോയി. പക്ഷെ ഇതിനകത്തൊരു കാര്യമുണ്ട്. ഗുരുവിൻ്റെ അടുത്ത് വരിക എന്ന് പറഞ്ഞ ആളുകൾക്ക് ഇഷ്ടമാണ്. ഒരിക്കലും പറയുന്ന പാതയിൽ ജീവിക്കാൻ ഒരിക്കലും പറ്റൂല. കർമ്മഫലത്തെ കുറയ്ക്കുകയല്ലേ ചെയ്യുന്നത്. അങ്ങനെ ഇഷ്ടപ്പെടുന്ന എങ്ങനെ കർമ്മഫലത്തെ മുഴുവൻ ഇല്ലാതെ എരിയിച്ച് കളയാൻ പറ്റും. അതിനുള്ള മാർഗം എന്ന് പറയുന്നത് ഈ പറയുന്ന സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ. ഇവിടെ അവൻ മേത്തു തൂക്കല്ല ചെയ്യണത്, ഒരിക്കലും അല്ല. അവനിലെ ആന്തരിക പരിവർത്തനം വരുത്തിക്കൊണ്ട് ഈ വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങളുണ്ട് അവൻ്റെ പ്രശ്നം തീർന്നു പോകും. അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് അങ്ങേ പോലെയുള്ള ആളിനെ ഇപ്പോൾ ഞാൻ ചാനലിൽ ഞാൻ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഞാൻ ഇന്നുവരെ ചെയ്തിട്ടില്ല. എന്തുകൊണ്ട് അങ്ങേ പോലെ ഒരാളിനെ ഞാൻ ചാനലിലൂടെ കൊണ്ടുവന്നു എന്ന് ചോദിച്ചാൽ, കാരണം ഇത്ര സിമ്പിളായിട്ട്, കാരണം നക്ഷത്രങ്ങളെ അതാണ് SMS മെഡിറ്റേഷൻ. അതായത് സൺ, മൂൺ, സ്റ്റാർ, എത്രയും പേരേ ഉള്ളൂ. ജ്യോതിഷം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. ഇത് തന്നെയാണ് ജ്യോതിഷം. ഇതിനെ റിസർച്ച് ചെയ്ത് ആയിരക്കണക്കിന് ആളുകളിലൂടെ എത്തിച്ച്, ഇത്രയും കാലത്തെ തപോ ശക്തി കൊണ്ട് ഇത്രയും പേരിൽ എത്തിച്ച് ആയിരക്കണക്കിന് ആളുകൾക്ക് ഉണർവ് കൊടുത്ത ഒരു മഹത് വ്യക്തിയാണ് അങ്ങ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ്, അതാണ് ഞാൻ അങ്ങയുടെ, അതുകൊണ്ടാണ് സിമ്പിളായിട്ട് വാക്കുകളിൽ ഞാൻ ചോദിച്ചത് രക്ഷിക്കാൻ വേണ്ടി. കാരണം വഴി ജ്യോതിഷത്തിൻ്റെ വഴിയാണ്. അപ്പോൾ ഈ ഞാൻ തട്ടുകളായിട്ട് കാണിച്ചത്. അപ്പോൾ ഈ തട്ടുകളിൽ പെടുന്നവർ ആദ്യത്തെ കാറ്റഗറിയിലുള്ളവർക്കൊന്നും ആരെയും ആവശ്യമില്ല, ദൈവത്തിൻ്റെ പോലും ആവശ്യമില്ല. അവർ ദൈവത്തിൻ്റെ വേറെ കാര്യമില്ലേ. ഇതൊക്കെ അന്ധവിശ്വാസം ഒന്നും. കാരണം അവൻ 120 പോണവന് അല്ലെങ്കിൽ 140 പോണവന് എന്തോന്ന് മറ്റേ ആട്ടോയിൽ പോണവന് നോക്കേണ്ട ആവശ്യം എന്തോന്നും ഇല്ല. ഈ വഴിയില്ലാതെ തപ്പുണ്ടവൻ്റെ അവസ്ഥയാണ് നമ്മൾ ഈ പറഞ്ഞത്. ഇവിടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞപ്പോൾ വളരെ സിമ്പിളായിട്ട് തീർന്നു. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രം, ത്രിദോഷങ്ങളെന്ന് കേട്ടായിരുന്നു. വാദം, പിത്തം, കഫം. ഇതും നമ്മുടെ പ്രശ്നം. അതെ, ഇത് മൂന്നും പോലെ തന്നെയാണ്. ഇത് ത്രിഗുണങ്ങൾ, അതും ഇതിൻ്റെ വേറൊരു വകഭേദം തന്നെ. ഇതൊക്കെ നമ്മളെ
ഇതിങ്ങനെ കോമ്പിനേഷനായിട്ട് കിടക്കുകയാണ്. ഇതിനെല്ലാം നമുക്ക് പിടിച്ചിരുത്തണമെന്നുണ്ടെങ്കിൽ സൂര്യൻ്റെ സഹായം വേണം, ചന്ദ്രൻ്റെ സഹായം വേണം, നക്ഷത്രങ്ങളുടെ സപ്പോർട്ടും വേണം. ഇതിന് ഈ SMS മെഡിറ്റേഷൻ വളരെ ഫലപ്രദമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നമ്മളിൽ തന്നെയാണ് സൂര്യഭാവം, അതെ, നമ്മളിൽ തന്നെയാണ് ചന്ദ്രഭാവം. എല്ലാം നമ്മുടെ ബ്രെയിനിൻ്റെ പകുതി സൂര്യഭാവമാണ്, പകുതി ചന്ദ്രഭാവമാണ്. ഇതിനെ ഒരു പ്രത്യേക ബാലൻസിൽ സൂര്യൻ്റെ ടൈമിൽ സൂര്യൻ്റെ മെഡിറ്റേഷനും ചന്ദ്രൻ്റെ ടൈമിൽ ചന്ദ്രൻ്റെ മെഡിറ്റേഷൻ ചെയ്യണം. ഈ മെഡിറ്റേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ട് യൂട്യൂബിൽ കണ്ടുപോയി ചെയ്ത് അതിൻ്റെ ഗുണം കിട്ടില്ല, ഒരിക്കലും കിട്ടത്തില്ല. നമുക്കൊരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്ത് പോകണമെന്നുണ്ടെങ്കിൽ പാസ്പോർട്ട് എടുക്കണം. അതിനൊരു നിശ്ചിത ദിവസം എടുക്കും പാസ്പോർട്ട് കിട്ടാൻ. അത് കിട്ടി കഴിഞ്ഞിട്ട് നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. വിസയും പിറ്റേന്ന് കിട്ടില്ല. ഇല്ല, അത് എലിജിബിൾ ആയാലേ വിസ കിട്ടുള്ളൂ. വിസ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് എടുക്കാം, ഈസി ആയിട്ട് എടുക്കാം. ഇത് അതുപോലെയാണ്. ഒരു 10 ദിവസം നിങ്ങൾ ക്ലാസ് കേട്ടാലേ ആത്മീയതയുടെ ആ ബാലപാഠം എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ആ 10 ദിവസം ക്ലാസ് കേൾക്കണമെങ്കിൽ വെളുപ്പിന് 4:30 എണീക്കണം. അയ്യോ 4:30 പറ്റില്ല, ഒരു 7 മണിക്ക് ആക്കാൻ പറ്റുമോ? എനിക്ക് പറ്റില്ല. ഗുരു എവിടെ ഇരിക്കുന്നോ ഗുരുവിൻ്റെ സന്നിധിയിലേക്ക് ശിഷ്യന്മാരാണ് എത്തേണ്ടത്. അപ്പോൾ അവരന്വേഷിച്ച് പിടിച്ച് ഈ സമയത്ത് 4:30 ക്ലാസ്സിൽ കയറിയിരുന്ന് ഇത് കേട്ട് മനസ്സിലാക്കണം. എന്നിട്ടൊരു ചിട്ടയോടെ ജീവിതം ശീലിച്ച് ഒരു 10 ദിവസം കഴിയുമ്പോൾ അവർക്ക് പാസ്പോർട്ട് ചെയ്യാൻ കൊടുക്കും. പിന്നെ അവർക്ക് വിസയും കൊടുക്കും, വിസയ്ക്കൊപ്പം ടിക്കറ്റും ഉണ്ടാവും. പിന്നെ അവരുടെ ജീവിതം രക്ഷപ്പെട്ടു. കാരണം സ്വൺ മെഡിറ്റേഷൻ ചെയ്യുന്നവൻ എങ്ങനെ ഏതെല്ലാം കാര്യം പാലിക്കണം, എങ്ങനെ ജീവിക്കണം എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കും. അതെ, അത് അക്ഷരം പ്രതി പാലിച്ചാൽ അവൻ 5 ദിവസം കൊണ്ട് അവൻ്റെ പ്രശ്നം മാറും. കൂടുതലല്ല, വെറും 5 ദിവസം. കാരണം 5 ദിവസത്തിനുള്ളിൽ അവൻ രക്ഷപ്പെട്ടില്ല, ഇവന് ജീവിതത്തിൽ രക്ഷപ്പെടില്ല. നമുക്ക് ഒരു A to B പോയിന്റ് ട്രാവൽ ചെയ്യാൻ ഇത്ര സമയം വേണമെന്നുണ്ട്. അതെ, ആ പോയിന്റ് നമുക്ക് കവർ ചെയ്യാൻ ഇത്രയും സമയം കൊണ്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ജീവിതത്തിലും കവർ ചെയ്യാൻ പറ്റില്ല. ഇതിനുള്ള പരിശീലനം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പോകുന്ന വഴിയിലൂടെ പോകണം. ശ്രീരാമൻ സീതയെ കല്യാണം കഴിക്കാൻ പോയിട്ടേ വർഷങ്ങളോളം അവിടെ നിന്നുകൊണ്ട് അമ്പ ചെയ്ത് കളിക്കുന്നല്ല ചെയ്തത്. ഒരൊറ്റ കൊലക്കല് പരിപാടി തീർന്നു. ഇതേ നടക്കുള്ളൂ. നമ്മളിലാണ് ഈ കൊലക്കല് കിടക്കുന്നത്. അത്രേ ഉള്ളൂ. അപ്പോൾ വില്ല് കൊലയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മളതിന് പ്രാക്ടീസ് ചെയ്യണം. വില്ല് എന്താണെന്ന് അറിയില്ല, അമ്പ എന്താണെന്ന് അറിയില്ല, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ലക്ഷ്യത്തിലേക്ക് വിട്ടാൽ അത് അവിടെ ചെല്ലണം. അപ്പോൾ അതിന് 10 ദിവസത്തെ ക്ലാസ്സിൽ കൂടെ പോയാൽ അവന് കാര്യം മനസ്സിലാവുള്ളൂ. മറ്റുള്ള ഒരു സൂത്രവിദ്യ പോലെയും പറ്റൂല. സൂര്യനും ചന്ദ്രനും നമ്മളിൽ ബാലൻസ് ആയാൽ നമ്മളുടെ ഗ്രഹനില തനിയെ ഓട്ടോമാറ്റിക്കായിട്ട് അവർ രണ്ടുപേരും അല്ല, അച്ഛനും അമ്മയും നേരെയായ മക്കളും നേരെ. അത് തന്നെ, ഇതാണ് അതിന്റെ ബേസ്. അപ്പോൾ ഇത് നമ്മളിത് പറയുമ്പോൾ അല്ലെങ്കിൽ അങ്ങ് എന്നോട് ചോദിച്ചു, ഞാൻ ഉത്തരം പറഞ്ഞു. ഈ കേൾക്കുന്ന വ്യക്തികൾ എന്താ ഏകദൈവം എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് നടക്കുക. ഇപ്പം ഈ പറയുന്ന 30 മുക്കോടി ദൈവമുണ്ടെന്ന് പറഞ്ഞ ആൾക്കാർ സമ്മതിക്കില്ല. നമ്മുടെ പാർലമെന്റിൽ പോക്കോ പ്രധാനമന്ത്രി മുതൽ കീപ്പോട്ട് പോകുന്ന ഈ അനേക ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതെ, നമ്മുടെ ഓരോ ദൈവങ്ങൾക്കും ഓരോ ഡ്യൂട്ടി കൊടുത്തേക്കുക. ഗണപതിയുടെ ഡ്യൂട്ടി അയ്യപ്പസ്വാമി ചെയ്യില്ല. അയ്യപ്പസ്വാമിയുടെ ഡ്യൂട്ടി ശിവഭഗവാൻ ചെയ്യില്ല. മുരുകന്റെ ഡ്യൂട്ടി വേറൊരാൾ ചെയ്യില്ല. അപ്പോൾ ഓരോ ദൈവത്തിനും ഓരോ ഡ്യൂട്ടി പ്രാധാന്യമുണ്ട്. അപ്പോൾ ഈ ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ ദൈവങ്ങൾക്കും ഓരോ ഗുരുക്കന്മാർക്കും പ്രാധാന്യമുണ്ട്. എല്ലാവർക്കും ഉണ്ട് പ്രാധാന്യം. ജ്യോതിഷശാസ്ത്രം കണ്ടുപിടിച്ച ഗുരു അല്ല നമ്മുടെ വൈദ്യശാസ്ത്രത്തിന്റെ ഉപജ്ഞാതാവ്. ഒരിക്കലും അല്ല. ജ്യോതിഷം കണ്ടുപിടിച്ച ആരെന്ന് പോലും ഇന്ന് വരെ അറിഞ്ഞുകൂടാ. അത് നമുക്ക് പേരറിയില്ല. ഇല്ല, എഴുതി വെച്ച അറിയപ്പെടാതെ പോയി. അത് കാരണം അവര് ഇന്ന് അതിനെ ഒരു ഉപജീവന മാർഗമാക്കണമെന്ന് ചിന്തിച്ചിട്ട് വന്നവരല്ല. ഒരു ഗുരുക്കന്മാരും അങ്ങനെ ഇല്ല, അങ്ങനെയല്ല. ബാക്കിയെല്ലാം ഇപ്പോൾ വിവർത്തനം ചെയ്തവരെ മാത്രമേ അറിയാവൂ. പരാശര മഹർഷി പരാശര ഹോര എഴുതി, ഇപ്പം ഇങ്ങനെ എഴുതി വെച്ചതേ ഉള്ളൂ. അതുപോലെ അഷ്ടാംഗ ഹൃദയം ആയുർവേദത്തിൽ അവരെഴുതി വെച്ചു. ഇതൊന്നും ആയിരിക്കത്തില്ല, ഇവരൊന്നും ആയിരിക്കില്ല എഴുതിയവര്. ഇപ്പൊ ചരകമുനിയും ശുശ്രുതനും ഒന്നും ആയിരിക്കത്തില്ല. നമ്മൾ എത്ര പേർക്ക് അറിയാം? അതല്ലേ വൈദ്യശാസ്ത്രം അവർ ട്രീറ്റ്മെന്റ് ചെയ്തിരുന്ന ഒരിക്കലും ഇവിടെ ഓപ്പറേഷൻ ചെയ്യല്ല. ഇല്ല, ആസ്ട്രൽ ട്രീറ്റ്മെന്റ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അവരെല്ലാം അല്ലാതെ കത്തി വെച്ചിട്ട് ഇവിടെ ഇരുത്തും. നിങ്ങളുടെ സൂക്ഷ്മ ശരീരത്തെ കൊണ്ടുപോയി അവിടെ ഇരുന്ന് ഓപ്പറേഷൻ ചെയ്ത് തിരിച്ചിവിടെ കൊണ്ടുവന്നാക്കി തന്നു. ഇന്ന് നമ്മുടെ മെഡിറ്റേഷൻ നടക്കണം. അതെ, സർജറി ഒക്കെ എത്ര കാലമായി തുടങ്ങിയിട്ട്, രോഗം എത്ര കാലമായി. മനുഷ്യരാശി ഉണ്ടായി അന്ന് മുതൽ രോഗമുണ്ട്. പിന്നെ പക്ഷേ വൈദ്യശാസ്ത്രത്തിൽ അടുത്ത സമയത്താണ് സർജറി തുടങ്ങിയത്. അതിനു മുമ്പ് ഈ രോഗങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട്. ഇപ്പോഴും പറ്റും. ഇപ്പോഴും മാറ്റുന്നുണ്ട്. ഈ ജ്യോതിഷികളുടെ സ്ഥാനത്തിന് മാറ്റം വരുമ്പോൾ അവന്റെ അസുഖവും മാറും. ആ ഗ്രഹങ്ങളുടെ അസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ടുണ്ടായിട്ടുള്ള പ്രോബ്ലംസ് മൊത്തം പരിഹരിക്കപ്പെടും.
ഇന്ന് ഈ കർമ്മഫലത്തിന്റെ ഭാഗമാണ് മനുഷ്യനെ അനുഭവിക്കുന്ന എല്ലാം സകല ദുരിതത്തിനും സർവ്വ ദുരിതത്തിനും കാരണം. എന്തുണ്ടായാലും ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യ ഇല്ലാതെ ജീവിക്കുക, അതെ, മക്കൾ ഉണ്ടായിട്ട് മക്കളില്ലാത്തതുപോലെ ജീവിക്കുക, ചത്തതിനൊക്കുവിൽ ജീവിച്ചിരിക്കുകയിൽ. ഇതിങ്ങനെ നീറി വലിഞ്ഞു പോയിക്കൊണ്ടിരിക്കും. കാരണം പഴയ കാലത്തെ അക്കൗണ്ട് ക്ലോസ് ചെയ്യാണ്ട് ഇവിടെ വന്നേക്കണം. ഇപ്പോഴത്തെ അക്കൗണ്ടും വെച്ചുകൊണ്ട് അടുത്ത ജന്മത്തിലേക്ക് പോകും. അതിൻ്റെ ഒന്നും ഇവിടെ ക്ലോസ് ചെയ്യുന്നില്ല, ഒരെണ്ണം ക്ലോസ് ചെയ്യുന്നില്ല. അതിൽ വീണ്ടും വീണ്ടും അതിൻ്റെ മോർഗേജ് ലോൺ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലോണുണ്ട്, അപ്പോൾ ലോൺ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പുറത്ത് ഒരു ലോൺ കൂടി എടുത്തിട്ട് ഇതിൻ്റെ അപ്പോൾ എമൗണ്ട് കൂട്ടി കൂട്ടി തന്നുകൊണ്ടിരിക്കുകയാണ്. ഇതും കൊണ്ട് പോവേണോ? അപ്പോൾ അവസാനം ലോൺ കിട്ടാത്ത ഒരു അവസ്ഥ ആകുമ്പോഴാണ് ഓട്ടം പിടിക്കുന്നത്. ഇനി ലോണൊന്നുമില്ല, ഇനി അവർ റിക്കവർ ചെയ്യും അല്ലെങ്കിൽ വീട് ജപ്തി ചെയ്യും എന്നുള്ള കണ്ടീഷൻ വരുമ്പോഴാണ് ഇവർ ഓട്ടം പിടിക്കുന്നത്. ഈ ഓട്ടം പിടിച്ച് വന്നിട്ട് എനിക്ക് ഒറ്റ ദിവസം കൊണ്ട് ലോൺ ക്ലോസ് ചെയ്ത് കിട്ടണം, ഒരു രക്ഷ ഉണ്ടാവില്ല. പിന്നെ ഞാൻ വേറൊന്ന് അങ്ങയുടെ മെഡിറ്റേഷനിലോ അങ്ങയുടെ ക്ലാസ്സിലും അറ്റൻഡ് ചെയ്തതിൽ മനസ്സിലായെന്ന് വെച്ചാൽ എല്ലാ സമുദായക്കാരും അങ്ങയുടെ മെഡിറ്റേഷനിൽ വരുന്നുണ്ട്. അവിടെ ജാതി മത ഭേദമന്യേ എല്ലാവരും വരുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് ഒരു ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ഒരാൾ മെഡിറ്റേഷൻ ചെയ്തിട്ട് ക്രിസ്തുദേവനെ കണ്ടതും ക്രിസ്തുദേവൻ ആയിട്ട് സംസാരിച്ചതുമൊക്കെ അവർ പറയുണ്ടായി. അപ്പോൾ അവരവരുടെ ആ വഴിക്കനുസരിച്ചിട്ടുള്ള വഴിയിലേക്ക് അവരെ കൊണ്ടുപോകാൻ വേണ്ടി പ്രാപ്തമാക്കുകയാണ് ചെയ്യുന്നത് ഈ മെഡിറ്റേഷനിലൂടെ, SMS മെഡിറ്റേഷനിലൂടെ. അല്ലാതെ നമ്മൾ ആരെങ്കിലും നിർബന്ധിച്ച് ഇന്ന ഒരു വഴി, മറ്റ് മതങ്ങളെല്ലാം മോശം, ഇന്ന ഒരു മതം, അതും ഒരിക്കലും ഞാൻ ആ വഴിയിൽ കണ്ടിട്ടില്ല. കാരണം ഗ്രഹങ്ങളുടെ പ്രവർത്തനം ഹിന്ദു എന്നോ ക്രിസ്ത്യാനിയെന്നോ മുസൽമാനെന്നോ ഇല്ല. നമ്മൾ യാത്ര ചെയ്യുമ്പം ട്രാഫിക്കിൽ പെട്ട എല്ലാവരും കിടക്കും, 100% എല്ലാവരും കിടക്കും. അതുകൊണ്ട് ഞാൻ മുസ്ലിമാണ് ഞാൻ കിടക്കില്ല, ഞാൻ ഹിന്ദുവാണ് ഞാൻ അതുകൊണ്ട് കിടക്കില്ല, അങ്ങനെയൊന്നുമില്ല. പിന്നെ നമ്മൾ എന്താണ് അസ്ട്രോളജി കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ റൂട്ട് മാപ്പാണ് ജ്യോതിഷം. നമ്മളെ റൂട്ട് മാപ്പ് നമുക്ക് അറിയാമെന്ന് എന്ത് ചെയ്യാം, നമുക്ക് ആ റൂട്ടിലൂടെ പോയാൽ മതി. അതുമാണ് പണ്ടുള്ളവർ ജാതകം എഴുതി വയ്ക്കുക എന്ന് പറഞ്ഞ ചടങ്ങ്. ഇത് റൂട്ട് മാപ്പാണ്. നമുക്ക് എവിടെ ഹൈവേ ഉണ്ട്, എവിടെ ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ മഴ പെയ്യാണ്, അപ്പോൾ നമ്മൾ ഇന്ന് മഴ പെയ്യും എന്നറിയാണ്. അപ്പോൾ ഞാൻ വലിയ മിടുക്കനാണ്, അതുകൊണ്ട് മഴയെ തടഞ്ഞു നിർത്താൻ എന്ത് ചെയ്യാം. അതിനെക്കാളും നമുക്ക് രാവിലെ ഒരു കുട എല്ലാവരും മഴയാണ്, നമ്മൾ ഇന്ന് പോണ വഴിയിൽ ബ്ലോക്ക് ഉണ്ട് എന്നറിഞ്ഞാൽ നമ്മളൊരു 15 മിനിറ്റ് നേരത്തെ ഇറങ്ങുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബ്ലോക്ക് ഇല്ലാത്ത വഴിയുണ്ടോ എന്ന് തപ്പുകയോ ചെയ്യും. വലിയ ബ്ലോക്കാണ് വിവാഹം എന്ന് പറയുന്നത്. ഇത് നമ്മൾ കല്യാണം കഴിച്ചിട്ട് അവള് തന്നെ വിഷം തന്ന് ചാവണമെന്ന് വല്ല നിർബന്ധമില്ല. നമുക്ക് നേരത്തെ കൂട്ടി അറിയാം ഇവിടെ കല്യാണം കഴിച്ചാൽ നമ്മൾ പട്ടിണി കിടക്കുന്നത്, എന്നാ പിന്നെ അതിനെ കെട്ടാണ്ടിരുന്നാ പോലെ. അത്രേ ഉള്ളൂ. അല്ലെ ഇവിടെ കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന് സന്തോഷം, ശാരീരിക സന്തോഷം, ദാമ്പത്തിക സന്തോഷം, സാമ്പത്തിക ഗുണം ഇങ്ങനെ കാണുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ എനിക്ക് ഉത്തമയായിട്ട് വരാൻ പറ്റിയ ഭാര്യയാണ്. പൂജിച്ച് വീട്ടിൽ ജീവിക്കാം, മര്യാദയ്ക്ക് ജീവിക്കാം, വളരെ സന്തോഷത്തോടെ ജീവിക്കാം. ഇത് നേരത്തെ കൂട്ടി അറിയാനൊരു അവസരം കിട്ടുമ്പോൾ അതല്ലേ നല്ലത്. പിന്നെ 100%. എന്നിട്ട് ചില വിദ്വാന്മാർ പറയും ഞാൻ ജ്യോതിഷം നോക്കി കല്യാണം കഴിച്ചില്ല, ഇപ്പം എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഇങ്ങനെ പ്രശ്നമാണ്, ഇനി പിന്നോട്ട് മാറ്റാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇന്ന് ഒരു പറഞ്ഞതിലേക്ക് ഞാൻ വീണ്ടും വരികയാണ്. ഇന്ന് ആളുകളെല്ലാം ജ്യോതിഷം നോക്കുക എന്ന് പറയുന്നത് ഗ്രഹങ്ങളുടെ പ്രവർത്തനം വെച്ചിട്ട്, ഇന്ന് ഒരു ഗ്രഹനില വെച്ചിട്ട് നക്ഷത്രം നോക്കിയിട്ട് ഒക്കെയാണ് പൊരുത്തം നോക്കുന്നത്. ഈ പൊരുത്തം എന്ന് പറഞ്ഞാൽ അതല്ല. 2 നാളുകൾ വെച്ചിട്ട് 2 കൂറുകൾ വെച്ചിട്ട് പൊരുത്തം നോക്കിയാൽ പഞ്ചാംഗ പൊരുത്തത്തിൽ ഈ നക്ഷത്രത്തിൽപ്പെട്ടവർക്കെല്ലാം ഒരേപോലെ പൊരുത്തം വരത്തുള്ളൂ. ചിലപ്പോൾ ഭാവസമയത്തിന് മാത്രമേ വ്യത്യാസം വരത്തുള്ളൂ. പക്ഷേ ഇതല്ല, ഈ ആളിൻ്റെ കർമ്മഫലം, ഈ പുരുഷൻ്റെ കർമ്മഫലത്തിന് യോജിക്കുന്ന കർമ്മഫലമുള്ള ഒരു കുട്ടിയാണോ, ഇതാരും ചിന്തനം ചെയ്യാറില്ല. ജ്യോത്സ്യന്മാരോട് ഒന്നും ആവശ്യപ്പെടാറുമില്ല. ഇപ്പം നമ്മൾ ഇതൊക്കെ ചിന്തനം ചെയ്തിട്ട് പറയണം ഈ കുട്ടി വേണ്ട എന്ന് പറഞ്ഞാൽ മറ്റൊരു ജ്യോത്സ്യം പേപ്പറിൽ എഴുതി കൊടുക്കും. ഈ 80, 100, 90% പൊരുത്തമുള്ള ഈ കുട്ടിയെ യാത് ശാസ്ത്രപ്രകാരമാണ് വേണ്ടെന്ന് വെച്ചത്. അവിടെ അവരിതൊന്നും നോക്കുന്നില്ല, കർമ്മഫലമൊന്നും നോക്കുന്നില്ല. അവർ നേരെ ജാതകം നോക്കി പൊരുത്തം. ഇതിൽ വേറൊരു കാര്യം കൂടി പറയാം. ഇത് അങ്ങേക്ക് വേണ്ടിയിട്ടല്ല, ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒരുപക്ഷെ സാധാരണ ആരും ഇങ്ങനെ പറയാറില്ല, എങ്കിലും ഞാൻ അഡ്വാൻസ് ആയിട്ടൊരു കാര്യം പറയാം. നമ്മൾ സാധാരണഗതിയിൽ ജാതകം നോക്കുമ്പോൾ 2 പേരുടെ മാത്രമാണ് നോക്കണത്, ഇല്ലേ? അതെ. ഇപ്പോൾ ഞാൻ കല്യാണം കഴിക്കാൻ പോണ പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ ആങ്ങളെയും ഇവരും തമ്മിൽ യോജിപ്പല്ലാന്നിരിക്കട്ടെ, ഞാൻ വരുന്നതോടെ ചിലപ്പോൾ ഈ 3 പേരും നന്നാവും. തീർച്ചയായിട്ടും. ഇനി ഞാൻ വരുന്ന അതിനേക്കാൾ മോശമാണെങ്കിലോ ആങ്ങളും പെങ്ങളും തമ്മിൽ അടിയാവും, കുടുംബം തിരിയും, മൊത്തം പണി കിട്ടും. ഒരു കുടുംബത്തിന്റെ ജാതകം നോക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ മാത്രമേ ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റിയ സാധനമല്ല. അല്ല, ഒരിക്കലും അല്ല. ഇപ്പം ഞാൻ തന്നെ പലപ്പോഴും ഒരു വീട് വെക്കണം എന്ന് പറഞ്ഞ ഒരാൾ എന്നെ സമീപിച്ചാൽ ഞാൻ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സാധാരണ ജ്യോത്സ്യം ഞാൻ മുമ്പ് പല ഗുരുക്കന്മാരോടും പഠിച്ചിട്ടുണ്ട്. പഠിക്കുന്ന സമയത്തെല്ലാം മൊത്തം ഞാൻ
10ഓളം ജ്യോത്സ്യന്മാരോട് പഠിക്കാൻ പോയിട്ടുണ്ട് പല കാര്യങ്ങൾ. ഓക്കെ. അതായത് ദേവപ്രശ്നത്തിന് ഒരു ജ്യോത്സ്യം ദേവപ്രശ്നം നോക്കാൻ പോയിട്ടുണ്ട്, അല്ലാതെ കുടുംബ പ്രശ്നം വയ്ക്കാൻ വേണ്ടി നോക്കാൻ പോയിട്ടുണ്ട്, വാസ്തു പഠിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്, അത് കഴിഞ്ഞ് ജമ്മോളജി പഠിക്കാൻ പോയിട്ടുണ്ട്, അല്ലാതെ ആളുകളെ ജാതകം എഴുതാൻ പഠിക്കാൻ പോയിട്ടുണ്ട്, പ്രശ്നം നോക്കാൻ പഠിക്കാൻ പോയിട്ടുണ്ട്. ഇതിനെല്ലാത്തിലുപരി ഞാൻ റിസർച്ച് ചെയ്തതാണ് ഹസ്തരേഖ. ഓക്കെ. ഹസ്തരേഖ ഞാൻ റിസർച്ച് ചെയ്തത് വളരെ, ഞാൻ സ്വന്തമായിട്ട് പുസ്തകം എഴുതി, രേഖാശാസ്ത്രം അമൂല്യശാസ്ത്രം എന്ന് പറഞ്ഞ പുസ്തകം എഴുതി, അപ്പോൾ ഡോക്ടറേറ്റ് എടുത്തു. ഇതെല്ലാം അത്രയ്ക്ക് ഞാൻ വളരെ കഷ്ടപ്പെട്ട അതിലാണ്. എത്രയോ പേരുടെ കൈ കണ്ട് പഠിച്ച് റിസർച്ച് ചെയ്ത് ഞാൻ തലയിലെടുത്ത് കണ്ടിട്ടുള്ളവനാണ്. തലയോട്ടിയിലുണ്ട്. ആളുകളൊന്നും തലയെഴുത്ത് കണ്ടിട്ടില്ല. ഞാൻ തലയെഴുത്ത് കണ്ടിട്ടുണ്ടെന്ന് പറയാൻ കാരണം ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ഞാൻ 1 വർഷം റിസർച്ച് ചെയ്തു ഗവൺമെൻറ് അനുഭവത്തോടു കൂടി. ഈ സമയത്ത് 3 മാസം ഞാൻ മോർച്ചറിയിലും പോസ്റ്റ്മോർട്ടം ചെയ്യുന്നിടത്തുമായിട്ട് റിസർച്ച് ചെയ്തു. ഈ ചെയ്യുന്ന സമയത്ത് ഇവർ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കൊണ്ടുവരുന്നവരുടെ ഈ തലയിലെ ഈ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇവിടെ 2 ലോക്കുണ്ട്. ഈ ലോക്ക് അവർ പൊട്ടിക്കുമ്പോൾ ഹെൽമെറ്റ് ഇളവും പോലെ ഇളവി വരും. ഇതിൻ്റെ അടി സൈഡിൽ ഈ കയ്യിൽ എഴുതി വെച്ചിരിക്കുന്ന എല്ലാ സാധനവും അവിടെ എഴുതിയിട്ടുണ്ട്. ഇതിന് 2 കോപ്പി ചെയ്തിട്ടുണ്ട്, കയ്യിലും കാലിൻ്റെ അടി സൈഡിലും. അതുകൊണ്ടാണ് മൂന്നാമതൊരു സ്ഥലം കൂടി പറയട്ടെ. ഞാൻ പഠിച്ചിട്ടില്ല. മനസാക്ഷിയിൽ അതുണ്ട്. ഇല്ല, ഞാൻ തമാശക്ക് പറഞ്ഞല്ല. തീർച്ചയായിട്ടും. എനിക്ക് സത്യം പറഞ്ഞ കേട്ടപ്പോൾ എൻ്റെ കണ്ണ് നിറയാം. അങ്ങ് ഇതിൽ റിസർച്ച് ചെയ്ത് അനുഭവിച്ച കാര്യം പറയണല്ലേ. ഞാൻ എൻ്റെ അനുഭവത്തിൽ ഞാൻ അറിഞ്ഞ കാര്യമാണ് പറയണത്. ഇത് നമുക്ക് മായ്ക്കാൻ പറ്റുമെന്ന് പറഞ്ഞു, ഇത് മായ്ക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. പക്ഷെ ഇത് മാറ്റാൻ പറ്റത്തില്ല. മനസാക്ഷിയിൽ അതിൻ്റെ കോപ്പി. അതെ, 100%. മനസാക്ഷി എന്ന് പറഞ്ഞതാണല്ലോ ഈ 3 സ്ഥലത്തേക്കും. മനസാക്ഷിയാണല്ലോ അവിടെ എൻട്രി ചെയ്യപ്പെട്ടത്. അപ്പോൾ ഈ തലയിലെഴുത്തിൻ്റെ ഫോട്ടോ കോപ്പിയാണ് കൈ. ഇതുകൊണ്ടാണ് ഇന്നിപ്പം പ്രസവിച്ച് കൊണ്ടുവരുന്ന ഒരു കുട്ടി, ഈ പ്രസവിച്ച് കൊണ്ടുവരുന്ന കുട്ടി എന്ന് പറഞ്ഞാൽ ഇന്ന് പ്രസവം ഇല്ല. കാരണം 272 ദിവസം ബാക്കിലോട്ട് എടുത്തിട്ടാണ് ഒരു കുട്ടിയുടെ ജാതകം തയ്യാറാക്കേണ്ടത്. ഇന്നിപ്പോൾ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഗർഭിണിയാണെന്ന് അറിഞ്ഞാൽ ഉടനെ ഡോക്ടറാണ് ഡേവസം നിശ്ചയിക്കുന്നത്. എന്നാണ് പ്രസവിക്കണമെന്ന് തീരും. അന്ന് പ്രസവിച്ചില്ലെങ്കിൽ അവർ പ്രസവിപ്പിക്കും. പിന്നെ അതിന് മുമ്പായിട്ട് തന്നെ ഈ വൈദ്യശാസ്ത്രത്തിൽ നമ്മളെല്ലാം പഠിക്കണമെന്ന് വെച്ചാൽ ഗർഭിണിയായി ആ ഭ്രൂണം ഉറച്ച് ഹൃദയത്തിൻ്റെ ഇടിപ്പ് തുടങ്ങിയാൽ, അതായത് ശരിക്ക് 16 ആഴ്ച കഴിഞ്ഞാൽ ആ കുട്ടി ജീവനായി, ശരീരമായി. അപ്പോൾ ആ 16 ആഴ്ചയായ ഇതിലേക്കാണ് ആത്മാവിനെ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൽ ജന്മം എന്ന് പറയുന്ന ഒരു ശാസ്ത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ആൾക്കാർക്ക് അറിഞ്ഞൂടാ. എന്താണ് മരണമെന്നും എന്താണ് ജനനമെന്നും അറിഞ്ഞൂടാ. മരണവും ജനനവും എന്താണെന്ന് അറിയില്ല. അപ്പോൾ ജനനം എന്ന് പറയുന്നത് അച്ഛൻ എന്ന് പറഞ്ഞ അച്ഛൻ്റെ ഒരു വിത്ത്, അത് ഒറ്റ അണുവാണ്. ഇത് അമ്മ എന്ന് പറഞ്ഞാൽ ആ ഗർഭപാത്രത്തിലേക്ക് ചെല്ലുമ്പോൾ ആ അണ്ഡം എന്ന് പറയുന്ന 4 സാധനങ്ങൾ ചേർന്നിട്ട് ഈ ഒന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. അതെ. ഇത് പൂർണ്ണതയിലെത്തി ഓരോരോ സ്റ്റേജിലേക്ക് വന്ന്, അതായത് ഭഗവാന്റെ 10 അവതാരങ്ങൾ അവിടെയാണ് സംഭവിക്കുന്നത്. അല്ലാതെ 10 അവതാരങ്ങൾ ഭഗവാൻ എടുത്തതല്ല. ഈ മത്സ്യ അവതാരത്തിലാണ് ഇവിടുന്ന് പോണത്. ഈ മത്സ്യത്തിന് ജന്മം കൊടുത്ത ഈ അവതാരം കൊടുത്തതാണ് അച്ഛൻ. അച്ഛൻ ഒരൊറ്റ റോളേ ഉള്ളൂ, ഒരൊറ്റ അണുവിൻ്റെ ഉടയനാണ് അച്ഛൻ. ഇവിടെ പോണതൊക്കെ അവിടെ വിട്ടിട്ട് തിരിച്ചു വരേ ഉള്ളൂ. അവിടെ കൊണ്ടാക്കിയിട്ട് നമ്മൾ ഈ ഈ മറ്റേ തേനീച്ച കണ്ടിട്ടുണ്ടാവും. തേനീച്ച റാണിയില കൂടെ മറ്റു തേനീച്ചകളെല്ലാം പോകും. റാണി എവിടെ പോയിരിക്കുന്നോ ആ തേനീച്ചകളെല്ലാം അവിടെ ഇരിക്കും. അപ്പോൾ അവിടെ ഒരേ ഒരാളേ ഉള്ളൂ. അപ്പോൾ അവിടെ കൊണ്ടാക്കിയിട്ട് ബാക്കിയുള്ളവരെല്ലാം തിരിച്ചു പോകും. ഈ ഒരെണ്ണത്തിനെ ഈ 4 വലയം വെച്ച് പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് ഇതിനെ 10 അവതാരങ്ങളും അവിടെ എടുക്കും. 10ാമത്തെ അവതാരം എടുക്കുന്നതാണ് കരഞ്ഞുകൊണ്ട് കൽക്കിയായിട്ട് നിലവിളിച്ചുകൊണ്ട് പുറത്തു വരുന്നത്, പ്രപഞ്ചത്തിലേക്ക് ആദ്യമായിട്ട് രംഗപ്രവേശം ചെയ്യുന്നത്. ഈ പൊക്കിൾ കൊടി വിട്ടിട്ട് ഇത് പുറത്തേക്ക് വരുന്നതോടുകൂടി ആദ്യ പ്രാണൻ എടുക്കുന്നതോടുകൂടി നമ്മൾ ജന്മം എന്ന് പറയും. അപ്പോൾ 10ാമത്തെ അവതാരമായി. ഇതാണ് കൽക്കി. ഈ അവതാരം എടുത്ത് ഇവിടെ വരെയാണ് അനുഭവിക്കാനായിട്ട്. പിന്നെ കർമ്മഫലം അനുഭവിക്കാനായിട്ട് ഇങ്ങോട്ട് പറഞ്ഞു വിടുകയാണ്. ഇത് കഴിഞ്ഞു. ഈ ആൾ മരിക്കാൻ പോവുകയാണ്. മരിക്കാൻ പോകുമ്പം ഈ വ്യക്തിക്ക് ഒരേ ഒരാളിൻ്റെ കൂടെ അമ്മ എന്ന് പറയുന്ന ശരീരമാണ്, അച്ഛനാണ് ജീവൻ. അമ്മ ശരീരവും അച്ഛൻ ജീവനുമാണ്. അമ്മയ്ക്കും മക്കളോട് ഭയങ്കര സ്നേഹമാണ്. അമ്മ അവസാനം മരിക്കാൻ സമയത്ത് അമ്മ ഒരിക്കലും മോനെ വിട്ടുകൊടുക്കില്ല, ജീവനെ വിട്ടുകൊടുക്കില്ല. അപ്പോൾ എന്ത് ചെയ്യും? അവിടെ ഒരു മൽപ്പിടുത്തം ഉണ്ടാവും. ഇതാണ് മരണസമയത്ത് കിടന്ന വെപ്രാളം. കാരണം ജീവന് പുറത്ത് പോയേ പറ്റുള്ളൂ, ശരീരമൊട്ട് പിടിയില്ല. ഇങ്ങനെ ഒരു ഫൈറ്റിങ് നടക്കും അവിടെ. ഇതിനെയാണ് അവിടെ ഒരു മരണവെപ്രാളം എന്ന് പറയുന്നത്.
ഇത് കഴിഞ്ഞാണ് ഈ പോണത് ഈ 99 ഇവിടെ ഇട്ടിട്ട് ഒറ്റ ഇവിടെ നിന്ന് വന്നോ വന്നില്ലേ ഒരു സാധനം, അത് മാത്രമേ പുറത്ത് പോവുള്ളൂ. ബാക്കിയൊക്കെ അവിടെ ഇരിക്കുകയാണ്. കർമ്മഫലം അവിടെ വച്ചിട്ട് ഈ ഒരു സാധനം ഇതിലെല്ലാം നിക്ഷിപ്തമായിട്ട് കൊണ്ട് പോകും. ഇതാണ് മരണവും ജനനവും. ഇത് ബുക്കിൽ എഴുതിയിട്ടുണ്ടോ? എഴുതിയിട്ടില്ല. ഓക്കെ, ഇത് അനുഭവത്തിൽ നിന്നാണ്. പിന്നെ ഓക്കെ, അല്ല ഞാൻ ചോദിച്ചു, എനിക്ക് ബുക്ക് പരമായിട്ടുള്ള അറിവ് വളരെ കുറവാണ്. അല്ല, ഞാൻ എൻ്റെ അനുഭവജ്ഞാനം മാത്രമേ എനിക്ക്. ഞാൻ ഇതൊക്കെ പഠിച്ച് റിസർച്ച് ചെയ്യുന്ന സമയത്തും പിന്നെ ഗുരുവിൽ നിന്ന് കിട്ടിയതും എനിക്ക് ഏറ്റവും കൂടുതൽ അറിവായിട്ട് കിട്ടിയിട്ടുള്ളതെല്ലാം ഗുരുക്കന്മാർ. തലയിലെഴുത്ത് ഇങ്ങനെ ഓട്ടിയിൽ എഴുതിയിട്ടുണ്ടെന്നുള്ളതില്ലേ, ഞാൻ ആദ്യമായിട്ടാണ് ഒരാളിൽ നിന്ന് കേൾക്കണത്. എന്നല്ലേ? ഞാൻ ആദ്യമായിട്ട് കേൾക്കണത്. ഞാൻ കണ്ടതാണ്, കേട്ടതല്ല. ഞാൻ ഇതിനു മുമ്പ് ഞാൻ എൻ്റെ അനുഭവത്തിൽ അറിയാവുന്നത് എവിടെ നിന്നോ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ദിവസം ഇവിടെ നമ്മൾ സംസാരിച്ചപ്പോൾ തന്നെയാണോ പറഞ്ഞത്, മരുമകള് കോളേജിൽ പോയപ്പോൾ പറ്റുമെങ്കിൽ നോക്കണം എന്ന് പറഞ്ഞത്? ഇല്ല അല്ലേ, സോറി. അപ്പോൾ എൻ്റെ ഉള്ളിൽ കിടപ്പുണ്ടത് ഞാൻ ആദ്യമായിട്ട് കേൾക്കണം ഇവിടെ നിന്നാണ്. പക്ഷെ ഇത് അനുഭവത്തിൽ ഇല്ലാത്തതല്ല, എനിക്ക് അതുകൊണ്ടാണ് കണ്ണു. സത്യം, അതൊക്കെ പരമമായ സത്യങ്ങളാണ്. നമുക്ക് ഈ സത്യങ്ങൾ ഈ ആളുകൾക്ക് ഇപ്പം ജ്യോതിഷി എന്ന് പറഞ്ഞ ഒരാൾ ജ്യോതിഷം പറയുകയും അവരൊക്കെ അപ്പം നിങ്ങൾക്ക് ശനിയാണ്, ഞായറാണ്, അഷ്ടമ ശനി, കണ്ട ശനി എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇതൊന്നും മെനക്കെടൊന്നും വേണ്ട. ഇന്ന് അത്യാവശ്യ കാര്യങ്ങളെടുത്ത് പറഞ്ഞ് ഉപജീവന മാർഗത്തിന് ഇത് എടുക്കാം. പക്ഷേ ഇതൊരു വലിയ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ജ്യോതിഷം എന്ന് പറഞ്ഞാൽ എല്ലാമായിട്ടും കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ശാസ്ത്രമാണ്. അതെ അതെ. അതുകൊണ്ടാണ് ജ്യോതിഷനെ മൂത്ത ആളായിട്ട് കൽപ്പിച്ചിരിക്കുന്നത്. ദൈവജ്ഞൻ എന്ന് പറയുന്ന ജ്യോത്സ്യനാണ്. അത് കഴിഞ്ഞ് 2 അനിയന്മാരുണ്ട്. ആരാണ്? വൈദ്യനും മാന്ത്രികനും. ഓക്കെ. അപ്പം മൂത്ത ആളാണ് ചേട്ടനാണ് ജ്യോതിഷ്യൻ. അപ്പോൾ ചേട്ടൻ പറയാണ്, നിനക്ക് കുഴപ്പം, നിനക്ക് മറ്റൊന്നുമല്ല, നിനക്ക് അസുഖമാണ്, നീ വൈദ്യൻ്റെ അടുത്ത് പോകണം. അല്ല, നിനക്ക് ഇത് രണ്ടിൻ്റെ കുഴപ്പമല്ല, നിനക്ക് ദൈവീയത്വം കുറവ്, നിനക്ക് പലതരത്തിലുള്ള കർമ്മഫലത്താൽ വന്ന നീ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുക. ഓക്കെ. ഇത് 2 നിർദ്ദേശിക്കപ്പെടുന്ന ആളാണ്. അതുകൊണ്ടാണ് ജ്യോത്സ്യനെ ദൈവജ്ഞൻ എന്ന് പറയുന്നത്. ഓക്കെ. പക്ഷെ ഇത് ഇന്നത്തെ സമൂഹം കച്ചവടവൽക്കരിച്ച് ഇതിന് ഏറ്റവും താഴ്ന്നു പോയി. അതങ്ങനെയാണ്. അത് എല്ലാ മേഖലയിലും. നമ്മളിപ്പം ജ്യോതിഷമെന്നോ അല്ലെങ്കിൽ സന്യാസമെന്നോ വൈദ്യമെന്നോ പറയണ്ട, എല്ലാ മേഖലയും ഇതിൽ അല്പജ്ഞാനം കൊണ്ട് അല്പജ്ഞാനം അപകടത്തിലേക്ക് കൊണ്ടുപോവുകയുള്ളൂ. 100%. നമ്മൾ ഇതൊന്നും ഞാനിപ്പോഴും പറയാണ്, ഞാൻ 4 ലക്ഷം പേരെ നോക്കി ഈ ഗുരു മുഖത്തിൽ കിടന്ന് വളർന്നു. അപ്പോഴും തൊട്ടേ ശരിക്കും പറഞ്ഞാൽ ഒരു 7 വയസ്സ് കഴിഞ്ഞപ്പോൾ തൊട്ട് ഇത് പഠിക്കാൻ തുടങ്ങിയെന്ന് പറയാം. 7 വയസ്സ് കഴിഞ്ഞു വയസ്സിൽ പഠിക്കാൻ തുടങ്ങിയെന്ന് പറയാം. അപ്പോൾ അപ്പോഴേ പഠിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ ഇപ്പോഴും ഈ ശിശുവാണ്. അല്ല, ഇത് അങ്ങനെ അറിവ് ശിശുവാണ്. ഞാനിപ്പോഴും പല കാര്യങ്ങളും എനിക്ക് അറിഞ്ഞൂടാ. ഞാനാണെങ്കിലും അറിയാമെന്നുള്ളവരടുത്ത് ഇപ്പോഴും ഞാൻ പഠിക്കാൻ പോകും. എനിക്ക് ഇപ്പം ഗുരുവിൻ്റെ ഇത് കണ്ടപ്പോൾ അതിൽ കാര്യമുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കുക. നമ്മൾ ഒരിക്കലും പൂർണ്ണനാവുന്നില്ല. ഞാനതുകൊണ്ട് ഇപ്പോഴും ശിശുവാണ്. ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ട് നടക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ റിസർച്ച് നടത്തി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടം വരെ പോവോ നമ്മളെ ചിലപ്പോൾ എൻ്റെ അവസാനം വരെ റിസർച്ച് നടത്തിയാലും തീരുമില്ല. കാരണം ഇത് പ്രപഞ്ചം അത്ര വലിയ വിശാലമായി കിടക്കണേ. അപ്പോൾ നമ്മളൊക്കെ അതിലൊരു ചെറിയ കണ്ണി മാത്രമാണ്. അതുകൊണ്ടാണ് എല്ലാ മതസ്ഥർക്കും ഒരു സമാധാനവും ശാന്തി ഉണ്ടായി കൊടുക്കുന്ന. മതത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ക്രിസ്ത്യൻസ് ആണെങ്കിലും മുസ്ലിംസ് ആണെങ്കിലും അവർ ശവക്കറിയുടെ പിന്നാലെയാണ്. 2 ഗ്രന്ഥങ്ങളും പറയണത്. ഇപ്പോൾ ബൈബിൾ എടുത്തോ, അതിനകത്ത് 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേർക്ക് ഭക്ഷണം കൊടുത്തു എന്നാണ് അവർ പറയുന്നത്. ക്രിസ്ത്യാനി ഈ 5 അപ്പവും 2 മീനും എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അവൻ ബാഹ്യമായിട്ട് അന്വേഷിച്ചാൽ മനസ്സിലാവില്ല. അവൻ ആത്മീയതയിൽ ചെല്ലണം. 5 അപ്പം എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ, 2 മീൻ എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിയും മനസ്സും. ഈ 5 അപ്പവും ഈ 2 മീനും ചേർത്തിട്ട് നമ്മൾ പാകം ചെയ്യാൻ പഠിച്ചാൽ 5000 പേർക്കല്ല 50,000 പേർക്ക് ആത്മശാന്തി കൊടുക്കാം. ഇനി ഖുറാനിൽ പറയുന്ന ബലി, നിന്നോട് അവന് ഏറ്റവും ഇഷ്ടപ്പെട്ടതിന് അവനോട് ത്യജിക്കാൻ പറഞ്ഞപ്പോൾ അവൻ അവൻ്റെ കൊച്ചിനെ പൊക്കി പിടിച്ചോണ്ടായിരുന്നത്. അപ്പോൾ പറഞ്ഞു അതിനെയല്ല, നിന്നിലെ മൃഗത്തെ താട്ടേന്ന് പറഞ്ഞു. അവൻ കൊച്ചിനെ മാറ്റി കിടത്തിയിട്ട് പറമ്പിൽ കിടക്കുന്ന മൃഗത്തെ കൊണ്ടെന്ന് വെച്ചാൽ ബലി കൊടുത്തു. പണി എളുപ്പമല്ലേ? എളുപ്പമായി. അവനിലെ മൃഗത്തെ കൊല്ലാന്ന് പറഞ്ഞപ്പോൾ അവനിലെ കൊണ്ടിരിക്കുന്ന കർമ്മഫലത്തെ ഇല്ലാതാക്കാനാണ് വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോഴും ഇത് തന്നെ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവനവന് രക്ഷപ്പെടാൻ വേണ്ടി വേറൊരാളെ പിടിച്ച് കൊലയ്ക്ക് കൊടുക്കുക. അത്രേ ഉള്ളൂ. രാഷ്ട്രീയക്കാരും ഇത് തന്നെയാണത്. ഈ സമൂഹം നന്നാവാൻ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മളൊക്കെ ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കാം. ഭാഗ്യമുള്ള ഏതെങ്കിലും 1-2 ആത്മാക്കൾ വന്ന് മോക്ഷം നേടും. ബാക്കി എല്ലാവരും കർമ്മഫലത്തിൽ കിടന്ന് ദുരിതം അനുഭവിക്കാൻ ജനിച്ചേക്കണം. അതിൽ നമ്മൾ ആരൊക്കെ എങ്ങനെ നോക്കിയാലും പണ്ട് ആചാര്യന്മാർ പറയും 7 ജന്മമുണ്ട് മക്കളെ.
7 ജന്മമുണ്ട്. ഈ 7 ജന്മം എന്ന് പറഞ്ഞാൽ 7 മനുഷ്യജന്മം എന്നല്ല, അല്ല, മനുഷ്യനാവാനാണ് പാട്. മനനം ചെയ്യാൻ ശക്തിയുള്ളവൻ മനുഷ്യൻ. ഒരു മനുഷ്യനാവാൻ 1,00,000 മനുഷ്യ കോലങ്ങളിൽ ഒരു മനുഷ്യൻ കാണുമെന്നാണ്. അതെ, 1,00,000 മനുഷ്യ കോലങ്ങളിൽ ഒരു മനുഷ്യൻ കാണും. 1,00,000 മനുഷ്യനിൽ ഒരു ഭക്തൻ കാണും. അപ്പോൾ മനുഷ്യൻ, ഭക്തൻ, മുനി, യോഗി, അവധൂതൻ, തുറവൈ, പെരുന്തുറവൈ, ഇതാണ് 7 ജന്മം. അല്ലാതെ നമ്മൾ 7 ജന്മമുണ്ട്, അതിൽ അവസാനത്തെ ജന്മമാണ് മനുഷ്യജന്മം. മനുഷ്യജന്മം എന്ന് പറഞ്ഞാൽ സർവ്വതും സുഖിച്ച് ജീവിക്കാനുള്ള ജന്മം. ഇനി ഒരു ജന്മം ഇല്ല എന്ന് ആളുകൾ സംസാരിക്കുന്നുണ്ടോ? അതുകൊണ്ട് എന്തിനു നമ്മൾ വേസ്റ്റ് ചെയ്യണം? അതിന്റെ അപ്പുറം അത് ഏറ്റവും അതിന്റെ താഴെ പടിയാന്ന് മനസ്സിലായിട്ടില്ല. ഇല്ല, 1,00,000 മനുഷ്യ കോലങ്ങളിൽ ഒരു മനുഷ്യനാവുള്ളൂ. മനുഷ്യൻ ഇപ്പോഴും ആയിട്ടില്ല. കോലത്തിൽ കിടന്നുകൊണ്ടാണ് ഇത് പറയുന്നത്. അതെ, അപ്പോൾ എന്തോ വലിയ സത്യങ്ങളാണ് ആചാര്യന്മാർ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് നമുക്ക് അനന്തമായി കിടക്കുകയാണ്. അതുകൊണ്ട് എന്തായാലും ശ്രോതാക്കളോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ഈ ആത്മീയതയിലൊക്കെ വേണ്ട രീതിയിൽ മനസ്സിലാക്കി ജീവിക്കാൻ പഠിച്ചാൽ നമുക്ക് ഇംഗ്ലീഷുകാർ പഠിപ്പിച്ചു വെച്ച A ഫോർ ആപ്പിൾ B ഫോർ ബോംബിൽ നിന്ന് ആത്മീയത, ഭാരതീയയുടെ സംസ്കാരം എന്താണെന്ന് മനസ്സിലാക്കി ഭാരതീയ തത്വമനുസരിച്ച് ജീവിച്ചാൽ മോക്ഷം എന്ന് പറയുന്ന ഒരു കാര്യം നേടാൻ പറ്റും. ഒരു സംശയം വേണ്ട. അല്ല എന്നുണ്ടെങ്കിൽ H2O കടലാസിൽ എഴുതി വെച്ച് വെള്ളം ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കി നടന്നു ജന്മത്തിൽ നിങ്ങൾ വെള്ളം ഉണ്ടാക്കൂല, സയൻസ് നിങ്ങൾ പ്രൂവ് ചെയ്യാനും പറ്റൂല. ഇത് നമ്മൾ തൊണ്ടേ തൊടാണ്ട് വെറുതെ പറഞ്ഞുകൊണ്ട് നടന്നാൽ മാത്രം മതി. ഇത്രയും സമയം നമ്മളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഗുരുജിയുടെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചു. അദ്ദേഹത്തിന് നമ്മളെ എല്ലാ പ്രേക്ഷകർക്ക് വേണ്ടിയും എൻ്റെയും 1000 നന്ദി, നമസ്കാരം. നന്ദി, നമസ്കാരം.